വൈദികരെ കുറിച്ചും സിനിമാ നടന്മാരെ കുറിച്ചും ചില നിലവിളി ശബ്ദങ്ങളെ കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ ദൈവമല്ല എൻ്റെ ദൈവമെന്നും പറയാൻ തോന്നുന്നു. അധിക നാളുകളായിട്ടില്ല സിനിമാക്കാരും നാടകക്കാരും ഒക്കെ പ്രതിബദ്ധത മൂത്ത് കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും വചനപ്രഘോഷകരെയും അപമാനിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ആദ്യത്തെ നിലവിളി ശബ്ദം കേട്ടത്. ആ വിളി ഞങ്ങളൊക്കെയാണ് വിളിച്ചത്. ഞങ്ങളുടെ പൗരോഹിത്യത്തെ അപമാനിക്കരുത്, ഇങ്ങനെ കുടില ബുദ്ധിയോടെ ഫോക്കസ് ചെയ്യരുത്. ഏതാനും പേർ അങ്ങനെ ഉണ്ടാകാം, ഞങ്ങളത് നിഷേധിക്കുന്നില്ല എന്ന് കരുതി ഞങ്ങൾ ആവേശത്തോടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളെ പരിഹാസ്യമാക്കരുത് എന്ന് ഞങ്ങൾ സഭയെ സ്നേഹിക്കുന്നവർ നിലവിളിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ സഭ ചെയ്യുന്ന നന്മകൾ നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല. കേരളത്തിന് സമൃദ്ധമായ നന്മകൾ ചൊരിഞ്ഞ സഭയെ നിങ്ങൾ മൊത്തമായി അപമാനിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ അവഗണിച്ചു. കന്യാസ്ത്രീ അമ്മമാരുടെ ശുശ്രൂഷയിൽ കഴിയുന്ന നിരാലംബരെ ഓർക്കണമെന്ന് പറഞ്ഞു. എന്നാലോ ഞങ്ങളുടെ കന്യാസ്ത്രീ അമ്മമാർക്ക് പൊതുനിരത്തിൽ ഇറങ്ങിയാൽ പരിഹാസം എന്ന നിലയിൽ നിങ്ങൾ എത്തിച്ചു. അവരുടെ കണ്ണീരണിഞ്ഞ അനുഭവങ്ങൾ ഞങ്ങളുടെ നിലവിളി വർദ്ധിപ്പിച്ചു. അന്ന് സിനിമാ നാടക വേദിക്കാരും അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും കൂവി വിളിച്ചു, നിങ്ങളുടെ വിശുദ്ധരായ പുരോഹിതരെ കുറിച്ച് മിണ്ടിപ്പോകരുത്, വിശുദ്ധ സന്യാസമെന്ന് പറഞ്ഞു പോകരുത്, ഞങ്ങൾ ആവിഷ്കരിച്ച് അലമ്പുണ്ടാക്കും, നിങ്ങളുടെ ഈശോയെ വരെ ഞങ്ങൾ അപമാനിക്കുമെന്ന് പറഞ്ഞ് അവർ ആക്രോശിച്ചു. ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ കരിസ്മാറ്റിക്കുകാർ ജപമാല ചൊല്ലാൻ ആഹ്വാനം ചെയ്ത് നിലവിളികൾ ജപമങ്ങളിൽ ഒതുക്കി. എന്നാൽ ഇതാ വീണ്ടും നിലവിളി ഉയരുന്നു. ഇത്തവണ നിലവിളിക്കുന്നത് അന്ന് ആരൊക്കെ കൈയടിച്ചുവോ അവർ തന്നെ. പറയുന്നതോ അന്ന് ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ. ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങൾ ഓർക്കണം. ഏതാനും പേര് ചെയ്യുന്ന തെറ്റുകൾക്ക് ഞങ്ങളെ മുഴുവൻ ഫോക്കസ് ചെയ്യരുത്. ഒരു വ്യവസായ മേഖലയെ മൊത്തത്തിൽ തകർക്കരുത്. ഞങ്ങളുടെ കാശ് വാങ്ങിച്ച് ജീവിതം തള്ളി നീക്കുന്ന നിരാലംബരെ ഓർക്കണം. അങ്ങനെ അന്ന് വിശ്വാസികൾ പറഞ്ഞതെല്ലാം നിങ്ങൾ പറയുന്നു. കോടതി കുറ്റവാളി എന്ന് വിധിക്കുന്നത് വരെ കുറ്റക്കാരാണെന്ന് ഞങ്ങളെ വിധിക്കരുത് എന്നും നിങ്ങൾ പറയുന്നു. കത്തോലിക്കരായ രാഷ്ട്രീയക്കാരെ ഞാൻ ഓർക്കുകയാണ്. എന്തൊക്കെയായിരുന്നു അവരുടെ ക്രൂരമായ വാക്കുകൾ എന്നും ഓർക്കുന്നു. എന്നാൽ അതേ വാക്കുകൾ അതേ തീവ്രതയിൽ സ്വന്തക്കാരായ കുറ്റാരോപിതരുടെ നേരെ ഉയർത്താൻ അവർ തയ്യാറാകുന്നില്ല. സ്വന്തം രാഷ്ട്രീയത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നിശബ്ദരാകുന്ന അവർ സ്വന്തം സഭയെ ജനക്കൂട്ടത്തിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ നിശബ്ദരായില്ല എന്ന് മാത്രമല്ല, കല്ലെറിയുന്നവരുടെ കൂടെ കൂടി. നിങ്ങൾക്ക് ആത്മശോധനയ്ക്കുള്ള സമയമാണിത്. കർത്താവിനോടോ സഭയോടോ ഉള്ള സ്നേഹത്താൽ അല്ല ഞങ്ങളും ക്രിസ്ത്യാനികളാണ് എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളും പാർട്ടിക്കാരാണ്, ഇവിടെ അത് പറ്റില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ പറയുമായിരുന്നു. പറയുന്നില്ല. കാരണം അന്ന് നിങ്ങൾ ദുഷ്ടനോടൊപ്പം ചേർന്നതല്ല, ദുഷ്ടന്റെ പിടിയിലായതിനാൽ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. തെറ്റ് പറ്റുന്നവന് പോലും പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ അവസരം നൽകുന്ന പാപിയുടെ തിരിച്ചുവരവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് ഞാൻ പിന്തുടരുന്നത്. പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്ന് പറഞ്ഞ് സഹജീവിയെ ഒറ്റപ്പെടുത്തി വിധിക്കാനുള്ള അവകാശം എടുത്തു കളഞ്ഞ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം. കാരണം നിന്റെ ദൈവമല്ല എൻ്റെ ദൈവം.